നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റായ അബ്സ്ട്രാക്ഷൻ ആണ്. സോ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഫ്രം ദ യൂസർ, ഓൺലി ദ ഫംഗ്ഷനാലിറ്റി വിൽ ബി പ്രൊവൈഡഡ് ടു ദ യൂസർ. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സ്ക്രീനിൽ കൊടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക. ഇതാണ് അബ്സ്ട്രാക്ഷൻ എന്നത് നമ്മളൊരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുക. സോ നമുക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് എക്സാമ്പിൾ അബ്സ്ട്രാക്ഷൻ്റെതായി കാണാൻ കഴിയും. ഉദാഹരണമായി നമ്മൾ ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ചിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അത് നമ്മൾ എൻ്റർ ചെയ്ത ശേഷം സെർച്ച് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് സെർച്ച് റിസൾട്ട് ലഭിക്കുന്നു. ആക്ച്വലി അതിൻ്റെ ബാക്ക് എൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അത് ഗൂഗിളിന് മാത്രമേ അറിയുകയുള്ളൂ. ഏതൊക്കെ പ്രോസസ്സാണ് സംഭവിക്കുന്നത്, ഏതൊക്കെ പ്രോഗ്രാമാണ് ഗൂഗിൾ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഡാറ്റാബേസസ് ആണ് ഉപയോഗിക്കുന്നത് എന്നിവയെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്ക് യൂസറിന് അറിയാൻ സാധിക്കുകയില്ല. അത് ഗൂഗിളിന് മാത്രം അറിയുന്ന കാര്യമാണ്. അതാണ് ഗൂഗിൾ നമ്മളിൽ നിന്നും യൂസറിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു, അതിനുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. സോ ഇതാണ് അബ്സ്ട്രാക്ഷൻ്റെ ഒരു ഉദാഹരണം. മറ്റൊരു റിയൽ ലൈഫ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ട് ഒരു അബ്സ്ട്രാക്ഷൻ ഉദാഹരണമാണ്. സോ നമ്മൾ റിമോട്ടിൽ ഓരോ കീയും പ്രസ് ചെയ്യുമ്പോൾ കീയിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ടി വിയിൽ ലഭിക്കുന്നു. സോ നമ്മൾ നമ്മുടെ ടി വിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ റിമോട്ട് ഉപയോഗിക്കുന്നു. സോ നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല, പിന്നെ എന്തെല്ലാം പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. സോ നമ്മൾ ചാനൽ മാറ്റാനുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചാനൽ മാറുന്നു. സോ ഇതാണ് അബ്സ്ട്രാക്ഷനുള്ള ഒരു റിയൽ ലൈഫ് ഉദാഹരണം. സോ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ഉദാഹരണമാണ്. സോ നമ്മൾ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, പിക്ചർ സെൻഡ് ചെയ്യുന്നു, വീഡിയോ സെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. സോ നമുക്ക് വാട്സപ്പ് ഒരു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ നമ്മൾ ബാക്കി എല്ലാ ഫംഗ്ഷൻസും നമ്മൾ ചെയ്യുന്നു. ആക്ച്വലി ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വാട്സപ്പ് നമ്മളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നു. സോ ഈ ഒരു പ്രോസസ്സാണ് അബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് അബ്സ്ട്രാക്ഷൻ്റെതായി നമുക്ക് കാണാൻ കഴിയും. അബ്സ്ട്രാക്ഷൻ മൂലമുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്രീസ് സെക്യൂരിറ്റി ഓഫ് ആപ്ലിക്കേഷൻ, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സെക്യൂരിറ്റി വർദ്ധിക്കും. സോ നമ്മൾ ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെക്യൂരിറ്റി വർദ്ധിക്കും. അടുത്തതായി റെഡ്യൂസ് കോംപ്ലക്സിറ്റിയാണ്. നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ നമ്മൾ കോഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായി നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അബ്സ്ട്രാക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഉദാഹരണം എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ചിൻ്റെ ഉദാഹരണമാണ്. സോ ഞാൻ ക്ലാസ് ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി പ്രൈവറ്റായിട്ട് ഒരു രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സ്ട്രിങ് സെർച്ച് ടെക്സ്റ്റ്, നമ്മൾ സെർച്ച് ചെയ്യുന്ന ടെക്സ്റ്റ്. സോ നമ്മൾ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു വേരിയബിൾ. അതുപോലെ നമ്മുടെ സെർച്ച് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു വേരിയബിൾ. അതിനുശേഷം നമ്മളൊരു ഫംഗ്ഷനും കൂടി ഡിക്ലെയർ ചെയ്യുന്നു പ്രൈവറ്റായിട്ട്, വോയിഡ് സെർച്ച് പ്രോസസ്. ഈ ഒരു ഫംഗ്ഷനും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഈ കാണുന്ന ഇത്രയും കാര്യങ്ങൾ, അതായത് സെർച്ച് ടെക്സ്റ്റ്, സെർച്ച് റിസൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ്, അതുപോലെ സെർച്ച് പ്രോസസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതെല്ലാം നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും നമ്മുടെ യൂസറിൽ നിന്നും ഹൈഡ് ആയിരിക്കും ഈ കാണുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ യൂസറിന് അറിയേണ്ട ആവശ്യമില്ല. യൂസറിന് ജസ്റ്റ് അറിയേണ്ടത് നമ്മൾ സെർച്ച് ചെയ്യുന്നു, ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുന്നു, അതിനുള്ള റിസൾട്ട് ലഭിക്കുന്നു, അത്രമാത്രം അറിഞ്ഞാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹൈഡാക്കി വെക്കുന്നു. അതിനുശേഷം നമ്മൾ പബ്ലിക്കിൽ നമ്മളൊരു സെർച്ച് എന്ന് പറയുന്നൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സെർച്ച്, അതിനുള്ളിൽ നമ്മളൊരു പാരാമീറ്റർ പാസ് ചെയ്യുന്നു, സ്ട്രിങ് ടെക്സ്റ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ്, നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുക്കുന്ന ടെക്സ്റ്റ്. ശേഷം നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റ് നമ്മൾ ഈ സെർച്ച് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സെർച്ച് ടെക്സ്റ്റ് ഈക്വൽ ടു ടെക്സ്റ്റ്. സോ നമ്മൾ സെർച്ച് ചെയ്യുന്ന ടെക്സ്റ്റ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പാസ് ചെയ്യുന്നു. അത് നമ്മൾ സെർച്ച് ടെക്സ്റ്റ് എന്ന് പറയുന്ന നമ്മൾ പ്രൈവറ്റായി ഡിക്ലെയർ ചെയ്ത വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ സെർച്ച് പ്രോസസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സോ ഇനി സെർച്ച് പ്രോസസ്സിനുള്ളിൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ ഒരു സെർച്ച് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള റിസൾട്ട് ലഭിക്കുന്നു. സോ നമ്മളിതിലോട്ട് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നു, റിസൾട്ട്സ് എബൌട്ട് എന്ന് കൊടുത്ത ശേഷം ഒരു പ്ലസ് ഓപ്പറേറ്റർ കൊടുത്ത ശേഷം നമ്മൾ എന്താണോ എൻ്റർ ചെയ്യുന്നത് ആദ്യം ടെക്സ്റ്റിലോട്ട് പാസ് ചെയ്തു, അതിനുശേഷം സെർച്ച് ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളോട്ട് സ്റ്റോർ ചെയ്തു. സോ ആ വേരിയബിൾ നമുക്കിവിടെ കൊടുക്കാം, സെർച്ച് ടെക്സ്റ്റ്. സോ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ചുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ശേഷം നമ്മളത് നമ്മുടെ സെർച്ച് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. സെർച്ച് റിസൾട്ട്
സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഹൈഡായി വെച്ചിരിക്കുകയാണ്. അതായത് ഗൂഗിൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷനാണ് ഇത്രയും കാര്യങ്ങൾ. ഈ ഭാഗം മാത്രമേ, ഈ സെർച്ച് എന്ന് പറയുന്ന ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ നമ്മുടെ സ്ക്രീനിൽ. സോ ഈ കാണുന്ന ഈ ഒരു ഫംഗ്ഷൻ ഭാഗത്തെ, പബ്ലിക് എന്ന ഭാഗത്തെ നമ്മൾ ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന സ്ക്രീനായി നമുക്ക് കണക്കാക്കാം. ഗൂഗിൾ എന്ന് പറയുന്ന സ്ക്രീനായി കണക്കാക്കാം. അതിനുള്ളിൽ നടക്കുന്ന, ബാക്കെൻഡിൽ നടക്കുന്ന പ്രോസസ്സിനെ നമുക്ക് ഈ ഭാഗമായി കണക്കാക്കാം. സോ ഇതാണ് ഒരു അബ്സ്ട്രാക്ഷനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നമുക്കിനി നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി നമുക്കൊരു വേർഡ് സെർച്ച് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഒരു G1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ G1 ഡോട്ട് സെർച്ച്, ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് ഇന്ത്യ എന്നാണ്. സോ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് ഞാനൊന്ന് ബിൽഡ് ചെയ്ത് നോക്കുന്നു. എറേഴ്സ് ഉണ്ടാകും നോക്കുന്നു. എറേഴ്സ് ഒന്നും കാണുന്നില്ല. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നു റിസൾട്ട്സ് അബൌട്ട് ഇന്ത്യ. സോ നമ്മൾ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള റിസൾട്ട് ലഭിച്ചു. അതുപോലെ നമ്മൾ ഫ്ലവർ എന്ന് സെർച്ച് ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട്സ് അബൌട്ട് ഫ്ലവർ എന്ന് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ C++ എന്ന് സെർച്ച് ചെയ്യുന്നു. സോ നമുക്ക് റിസൾട്ട്സ് അബൌട്ട് C++ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഇത് നമ്മുടെ ഒരു ഗൂഗിൾ പ്രോസസ്സിൻ്റെ ഒരു അബ്സ്ട്രാക്ഷനുള്ള ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ ചെയ്തത്. നമ്മൾ ഇത്രയും കാണുന്ന ഭാഗം നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം, അതായത് സെർച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം നമ്മുടെ യൂസറിന് നൽകുന്നു. ഇതുപോലെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് യൂസറിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഈ പ്രോസസ്സിനെ, അതുപോലെ യൂസറിന് ആവശ്യമുള്ള ഫംഗ്ഷനാലിറ്റി മാത്രം യൂസറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നു. സോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു.